കണ്ണൂരിൽ നടന്നിട്ടുള്ള ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നേതൃത്വത്തിൻ്റെ അറിവും സമ്മതവും സംരക്ഷണവും ഇല്ലാതെ ഒരു കൊലപാതകവും നടക്കില്ല എന്നാണ്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ RSSും നമ്മളും തമ്മിൽ ഇനി ഒരു സംഘർഷം വേണ്ട, കൊലപാതക രാഷ്ട്രീയം വേണ്ട എന്ന് CPMും RSSും പരസ്പരം തീരുമാനിക്കുന്നു. ആരാ തീരുമാനിക്കുന്നത്? നേതൃതലത്തിൽ ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു. ആ നേതൃതലത്തിൽ ആ തീരുമാനം ഉണ്ടായതിന് ശേഷം പിന്നെ ഒരു അക്രമവും ഇവർ രണ്ടുപേർക്കുമിടയിൽ, പിന്നെ അവർ ഷുക്കൂറിനെ കൊന്നു, ഷായിബിനെ കൊന്നു, കോൺഗ്രസ്സുകാരെയും ലീഗുകാരെയും കൊല്ലുന്നുണ്ട്. RSSുകാരെ അങ്ങോട്ടോ RSSുകാർ ഇവരെയോ കൊല്ലുന്ന പരിപാടി അവസാനിച്ചു. ആരാ തീരുമാനം ഉണ്ടാക്കിയത്? നേതൃതലത്തിലെ തീരുമാനമാണ്. പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർ ഉണ്ടാക്കിയ തീരുമാനമാണ്. താഴെത്തട്ടിൽ നിന്ന് ഒരു അബദ്ധവും സംഭവിക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ താഴെത്തട്ടിൽ നടക്കണമെങ്കിൽ മേൽത്തട്ടിൻ്റെ സമ്മതവും സംരക്ഷണവും വേണം. താഴെത്തട്ടിൽ നടന്നിട്ടുള്ള എല്ലാ ഏർപ്പാടുകളെയും ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നേതൃതല ഗൂഢാലോചന ഉണ്ടായിട്ടില്ല, നേതൃത്വത്തിന് ബന്ധമില്ല എന്ന് പറയുമ്പോഴും ചന്ദ്രശേഖരൻ വധക്കേസിലെ A to Z കാര്യങ്ങൾ എടുത്ത് നോക്കൂ, മൊത്തം നേതൃതലത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ പെരിയയിലെ ഇരട്ടക്കൊലക്കേസ് എടുത്ത് നോക്കിയാൽ പോലും അതിൽ ലോക്കൽ പാർട്ടിക്ക് മാത്രമേ ബന്ധമുള്ളൂ എന്ന് പറയുമ്പോഴും ആ കേസിൽ CBI അന്വേഷണം ഒഴിവാക്കാൻ സർക്കാർ പൊതുഖജനാവിൽ നിന്ന് ചെലവാക്കിയത് ലക്ഷോപലക്ഷം രൂപയാണ്. എന്ന് വെച്ചാൽ നേതൃത്വത്തിൻ്റെ സംരക്ഷണ കവചമില്ലാതെ ഒരു പാർട്ടിക്കാരനും ഒരാളെയും കൊല്ലാൻ ഇറങ്ങിത്തിരിക്കില്ല എന്നതാണ് കണ്ണൂരിൻ്റെ ചരിത്ര വർത്തമാന പാഠം. അതവിടെ നിൽക്കേ വേണം നമ്മൾ ഈ കേസിനെ കാണാൻ. ഈ കേസ് എന്താണ്? 2012 അരിയിൽ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഡോമിനേഷനുള്ള ഒരു സ്ഥലത്തൊരു സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷത്തിൽ CPMമാർക്ക് പരിക്കേൽക്കുന്നു. ആ സ്ഥലം സന്ദർശിക്കാൻ TV രാജേഷും P ജയരാജനും അന്നത്തെ ജില്ലാ സെക്രട്ടറിയും കൂടി അവിടെ പോകുന്നു. വന്നിരിക്കുന്നത് ഇവരാണെന്ന് അറിഞ്ഞിട്ട് സംഘർഷത്തിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യത അവിടെ രൂപപ്പെടുന്നു. ആ രൂപപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാണ്, P ജയരാജൻ കയ്യേറ്റം ചെയ്യപ്പെടുക, അദ്ദേഹത്തിൻ്റെ കോളറിന് പിടിക്കുകയും ചെയ്യുന്നതൊക്കെയാണ് അന്നത്തെ വാർത്ത. അങ്ങനെ തലശ്ശേരി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നു. അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ അവിടെ ഈ വാർഡ് റൂമിനകത്തൊരു ഡിസ്കഷൻ നടക്കുന്നു. ആ ഡിസ്കഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അന്ന് പങ്കെടുത്ത ലോക്കൽ സെക്രട്ടറി അടക്കം തിരിച്ച് വീണ്ടും പോയിട്ടാണ് ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്ത്, മൊബൈൽ ഫോൺ വഴിയുള്ള സന്ദേശങ്ങൾ വഴിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അരിയിൽ ഷുക്കൂറിനെ കൊന്നതാണ്. അരിയിൽ ഷുക്കൂർ ആ സംഭവ സ്ഥലത്ത് ഇല്ലാതിരുന്ന ഒരാൾ, MSF നേതാവ്, പിന്നീട് ഈ സംഭവം അറിഞ്ഞ് അവിടെ വരികയും അവരെ CPMമാർ ഓടിച്ചിട്ട് പിടിക്കുന്നു. ഒരു വീട്ടിനകത്ത് ഇവർ അഭയം തേടുന്നു. അഭയം തേടുന്ന ആളെ കതക് ചവിട്ടി പൊളിച്ച്, വീട്ടുടമ സമ്മതിച്ചില്ല അകത്ത് കയറാൻ. ഹോസ്പിറ്റലിൻ്റെ പേര് തെറ്റിയിരുന്നു, തളിപ്പറമ്പ്. തളിപ്പറമ്പ്, സോറി. അപ്പോൾ ഇതിനകത്ത് വീട്ടിനകത്ത് കയറുന്നു, പിടിച്ചിറക്കി കൊണ്ടുവന്ന് പാടത്തേക്ക് കൊണ്ടുവരുന്നു. 10-200 ആളുകൾ ഈ പാടത്തിന് ചുറ്റും, ഈ വയലിന് ചുറ്റും നോക്കി നിൽക്കുന്നു. അതിലൊരാളുടെ കണ്ണിന് ചവിട്ടി പരിക്കേൽപ്പിക്കുന്നു. അരിയിൽ ഷുക്കൂറിൻ്റെ ശരീരം മാസകലം മൂർച്ചേറിയ ആയുധം കൊണ്ട് വരഞ്ഞ് ചോരയിൽ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. അയാളെ ഓടിപ്പോയി കുത്തി കൊല്ലുകയാണ്. ഈ 2.5 മണിക്കൂർ സമയമെടുത്ത് പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ പൂർത്തിയാക്കി മൊബൈൽ ഫോണിൽ ചിത്രമെടുത്ത് അയച്ചടക്കമാണ് ഈ വിചാരണ പൂർത്തിയാക്കി കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നു, CBI പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ടെലിഫോൺ റെക്കോർഡ്സ് അല്ലെങ്കിൽ കോൾ ഡീറ്റെയിൽസ്, ടവർ ലൊക്കേഷൻ പോലെയുള്ള ഇലക്ട്രോണിക്സ് എവിഡൻസ് കൂടി വെച്ചിട്ടാണ് P ജയരാജൻ അടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തം ഇതിലുണ്ടെന്ന് CBI സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്.